നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളെടുക്കുന്ന ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇറ്റ്സ് നോട്ട് സ്റ്റാർട്ടിങ് എ ബിസിനസ് ഓർ ക്വിറ്റിംഗ് എ ജോബ്. അത് കടം വാങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാസാവസാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് സാലറി കയറിയിട്ട് 5 മിനിറ്റ് കൊണ്ട് EMI ആയിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ ഫുൾ ഫണ്ട് അപ്രത്യക്ഷമായി പോകാറുണ്ട്. ദിസ് ഇസ് ദ റിയാലിറ്റി ഫോർ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ദീസ് ഡേയ്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയാണ്. ലക്ഷറി ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐഫോൺ ഉണ്ടാവും, മുറ്റത്തൊരു കാർ ഉണ്ടാവും, ലക്ഷറി കാർ തന്നെ ഉണ്ടാവും. പക്ഷേ രാത്രിയായ സമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ദ സ്ട്രെസ് ഓഫ് ഡെറ്റ് ഈസ് കില്ലിംഗ് ദം സ്ലോലി. നിങ്ങൾ ഇങ്ങനൊരു ഡെറ്റ് ട്രാപ്പിലാണോ? ഡോണ്ട് വറി, യു ആർ നോട്ട് എലോൺ. കടം ഉണ്ടാവുക എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഒരു അവസാനമല്ല, ഇറ്റ്സ് ജസ്റ്റ് എ ഫേസ്. കൃത്യമായ പ്ലാനിങ്ങോട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്നും നമുക്ക് പൂർണ്ണമായിട്ട് പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 7 പ്രൂവൺ സ്റ്റെപ്സിനെ കുറിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് തിങ് ഈസ് സ്റ്റോപ്പ് റണ്ണിങ് അവേ. അതായത് ഇന്ന് പലരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ബാങ്കിൽ നിന്ന് കോൾ വരുന്ന സമയത്ത് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക. അതേപോലെ എത്ര കടമുണ്ടെന്ന് നോക്കാൻ പേടിച്ചിട്ട് അത് നോക്കാതിരിക്കുക എന്നുള്ളതാണ്. ബട്ട് ദ തിങ് ഈസ് ഫിയർ വോണ്ട് സോൾവ് യുവർ പ്രോബ്ലംസ്, ആക്ഷൻസ് വിൽസ്. ഇന്ന് തന്നെ നിങ്ങളൊരു പേപ്പറും പെന്നുമായിട്ടിരിക്കുക, ലിസ്റ്റ് ഡൗൺ എവറിത്തിങ്. ക്രെഡിറ്റ് കാർഡ്, പേഴ്സണൽ ലോൺസ്, ഹോം ലോൺസ്, എനിത്തിങ്. ഫ്രണ്ട്സിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കടം ഉൾപ്പെടെ എല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതിന് ഓരോന്നിനും എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് എന്നും നിങ്ങൾ അതിനനുസരിച്ചിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഐ നോ വെൻ യു സീ ദാറ്റ് ഓൺ നമ്പേഴ്സ് ഒന്ന് പാനിക് ആയേക്കാം, ബട്ട് ട്രസ്റ്റ് മീ, ദിസ് ഈസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ ഇത് എഴുതി വെക്കുന്ന സമയത്ത് തന്നെ ഹാഫ് വേ സൊല്യൂഷൻസിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് തിങ് ഈസ് ഐഡൻറ്റിഫൈ ദ ടോക്സിക് ഡെറ്റ്സ്. എല്ലാ കടങ്ങളും ഒരുപോലെയല്ല, എല്ലാ കടങ്ങൾക്കും ഒരേ രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ്സും അല്ല. ക്രെഡിറ്റ് കാർഡും ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്സുകളാണ് ഇന്നത്തെ കാലത്ത് വില്ലന്മാരായിട്ടുള്ളത്. അവർ പറയുന്നത് നിങ്ങൾ മിനിമം എമൗണ്ട് മാത്രം അടിച്ച് മുന്നോട്ട് പോയാൽ മതി എന്നാണ്. പക്ഷേ ഒരിക്കലും ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ് ട്രാപ്പ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡുകൾക്ക് 36% മുതൽ 48% വരെയാണ് ഇയർലി ഇൻട്രസ്റ്റ് റേറ്റ്സ് വരുന്നത്. നിങ്ങൾ മിനിമം എമൗണ്ട് മാത്രം അടച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്യാൻ വർഷങ്ങളെടുത്തേക്കാം. ബേസിക്കലി യു ആർ ജസ്റ്റ് ഫീഡിങ് ദ ബാങ്ക് വിത്ത് ദ ഹാർഡ് ഏൺഡ് മണി ഓഫ് യോഴ്സ്. ആൻഡ് വൺ തിങ് ടു നോട്ടീസ്, ഒരു ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ലോൺ എടുക്കുന്നത് ഒരു കുഴിയിൽ നിന്നും മറ്റൊരു വലിയ കുഴിയിലേക്ക് പോകുന്നതാണ്. ഇത് നിങ്ങളുടെ സിബിൽ സ്കോറിനെയും വല്ലാതെ ബാധിച്ചേക്കാം. ഇനി ഈ കടം എങ്ങനെ വീട്ടിൽ തുടങ്ങണം എന്നുള്ളതാണ് ചോദ്യം. ഇതിന് 2 മെയിൻ സ്ട്രാറ്റജികളാണുള്ളത്: ഡെറ്റ് സ്നോബോൾ മെത്തേഡ് ആൻഡ് ഡെറ്റ് അവലാഞ്ച് മെത്തേഡ്. ഡെറ്റ് അവലാഞ്ച് മെത്തേഡ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള, മാത്തമാറ്റിക്കലി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അതായത് നിങ്ങളുടെ ലോൺ നമ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന ലോൺ ഏതാണോ അതാദ്യം ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഡെറ്റ് അവലാഞ്ച് മെത്തേഡ്. ആദ്യം ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ക്ലോസ് ചെയ്യുക, പിന്നെ അങ്ങോട്ട് താഴോട്ട് വരിക എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ഡെറ്റ് സ്നോബോൾ മെത്തേഡ്. ഇതൊരു സൈക്കോളജിക്കൽ വിക്ടറിയാണ്. അതായത് നിങ്ങളുടെ ലോൺ ലിസ്റ്റിൽ ഏറ്റവും ചെറിയ എമൗണ്ട്, ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന സാധനങ്ങൾ ആദ്യം കൊടുത്ത് തീർക്കുക എന്നുള്ളതാണ്. ഇത് കൊടുത്ത് തീർക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആയല്ലോ എന്നുള്ള രീതിയിലൊരു ഫീലിങ്സ്, അതായത് വിക്ടറി ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് മറ്റുള്ള വലിയ ലോണുകൾ ക്ലിയർ ചെയ്ത് പോകാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. സോ ആൾക്കാർ കൂടുതൽ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് വിക്ടറി പെർസെൻറ്റേജ് കൂടി വരുന്നത് ഡെറ്റ് സ്നോബോൾ മെത്തേഡിലാണ്. ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് കണക്റ്റഡ് ടു ദ ഫീലിംഗ്സ് ഓഫ് അവേഴ്സ് ആൻഡ് കോൺഫിഡൻസ് ഓഫ് അവേഴ്സ്. സോ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളതെന്നനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഐദർ ഡെറ്റ് അവലാഞ്ച് മെത്തേഡ് ഓർ ഡെറ്റ് സ്നോബോൾ മെത്തേഡ്. നാലാമത്തത് ഇച്ചിരി കടുപ്പുള്ളൊരു കാര്യമാണ്, പക്ഷേ വെരി ഇമ്പോർട്ടൻറ്റുമാണ്: ഡ്രാസ്റ്റിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. കടം തീരുന്നതുവരെ ആഡംബര ലൈഫ് സ്റ്റൈലിന് ഒരു ബ്രേക്ക് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് വാങ്ങുന്ന സാധനങ്ങൾ ഒഴിവാക്കുക, പുതിയ പേർച്ചേസ് ഒഴിവാക്കുക, പുതിയ ഗാഡ്ജറ്റ്സ് ഒഴിവാക്കുക, ലക്ഷറി സാധനങ്ങൾ ഒഴിവാക്കുക. OTT സബ്സ്ക്രിപ്ഷൻസ് വരെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒഴിവാക്കി വെക്കുക. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ പീസ് ഓഫ് ഡെറ്റ് ഫ്രീ ഈസ് മച്ച് ബെറ്റർ ദാൻ ബൈങ് എ ന്യൂ ഗാഡ്ജറ്റ്. നിങ്ങളുടെ കയ്യിൽ ഉപയോഗമില്ലാതെ കിടക്കുന്ന എന്തെങ്കിലും ഗാഡ്ജറ്റ്സോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാർസോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ തന്നെ അതൊക്കെ വിറ്റൊഴിവാക്കി ക്യാഷ് ബിൽഡ് ചെയ്ത് ഡെറ്റുകൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് നോട്ട് എ ഫെയിലിയർ, ഇറ്റ്സ് എ സ്മാർട്ട് മൂവ്. ചിലവ് കുറയ്ക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻകം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. ഫോർ ദാറ്റ് എക്സ്പ്ലോർ സൈഡ് ഹസിൽസ്. എക്സ്ട്രാ ടൈം വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ പുതിയ സ്കിൽ ബേസ്ഡ് ബിൽഡ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് പുതിയ ഇൻകം സോഴ്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് വൺ തിങ് ടു നോട്ട് ഈസ് ദാറ്റ് നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന എക്സ്ട്രാ ഇൻകംസ് നിങ്ങൾക്ക് ബെറ്റർ ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല. ഈച്ച് ആൻഡ് എവറി മണി ഷുഡ് ഗോ ടു എ ഡെറ്റ് റീപേയ്മെൻറ്റ്. ലക്ഷറിയൊക്കെ കടം തീർത്തതിന് ശേഷം. സിക്സ്ത് വൺ ഈസ് സ്റ്റോപ്പ് ഡിഗിങ് യുവർ സെൽഫ്. അതായത് ഈ ലോണുകൾ നിങ്ങൾ ക്ലിയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ പുതിയ ലോണുകൾക്കായിട്ട് ബാങ്കിൽ അപ്രോച്ച് ചെയ്ത് തുടങ്ങും. യു ഹാവ് യുവർ പ്രീ അപ്രൂവ്ഡ് ലോൺസ് അവൈലബിൾ, പ്ലീസ് ടേക്ക് വൺ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ഒരിക്കലും
അതെടുക്കരുത്. നോ കൃത്യമായിട്ട് പറയുക. ബിക്കോസ് നിങ്ങൾ ഒന്ന് തന്നെ ക്ലിയർ ചെയ്ത് വരുന്നേ ഉള്ളൂ, പുതിയ ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. ആൻഡ് സാലറി ബോണസ് ആയിട്ടും ഇൻക്രിമെൻ്റ് ആയിട്ടും ഇൻസെൻറ്റീവ് ആയിട്ട് കിട്ടുന്ന എക്സ്ട്രാ ഇൻകംസ് നിങ്ങൾ വേൾഡ് ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കാതിരിക്കുക. പ്ലീസ് യൂസ് ദാറ്റ് ടു ക്ലോസ് ദ എക്സിസ്റ്റിംഗ് ലോൺസ്. അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പലർക്കും അറിയാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യമാണ്, ടോക്ക് ടു യുവർ ബാങ്ക്സ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലോണുകൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കലോ ഫോൺ സ്വിച്ച് ഓഫ് ആക്കലോ അല്ല സൊല്യൂഷൻസ്. ടോക്ക് ടു യുവർ ബാങ്ക്സ്. അവരെടുത്ത് ലോൺ റീസ്ട്രക്ചർ ചെയ്യാനോ അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ മാറ്റിത്തരാൻ വേണ്ടിയിട്ടോ EMIs കുറച്ച് തരാൻ വേണ്ടിയിട്ടോ അവരെടുത്ത് സംസാരിക്കുക, റിക്വസ്റ്റ് ചെയ്യുക. മോസ്റ്റ് ഓഫ് ദ ടൈംസ് അവരത് ഓക്കെ പറയും. ബിക്കോസ് ബാങ്കുകൾക്ക് അവരുടെ ക്യാഷ് തിരിച്ച് വാങ്ങാൻ വേണ്ടിയിട്ടാണ് താല്പര്യം. സോ അത് ഏത് രീതിയിൽ വാങ്ങാൻ പറ്റുമോ അവരത് വാങ്ങും. തീരെ കിട്ടാത്തതിനേക്കാൾ ബെറ്റർ എങ്ങനെയെങ്കിലൊക്കെ തിരിച്ച് കിട്ടുന്നതാണ് എന്നൊരു തോട്ട് പ്രോസസ്സിൽ അവർ നിങ്ങളുടെ ലോണ് റീസ്ട്രക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്ത് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് മാത്രമാക്കി തരികയോ ചെയ്യും. So please talk to your banks. So all the 7 steps have been discussed. ഇനി നിങ്ങളോട് പറയാനുള്ളത് കടം വാങ്ങുക അല്ലെങ്കിൽ കടം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ഫെയിലിയർ അല്ല, ഇറ്റ്സ് ജസ്റ്റ് എ ഫേസ്. ആസ് ഐ സെഡ്, ഇതിനേക്കാൾ വലിയ കടങ്ങളും ഇതിനേക്കാൾ വലിയ ഫിനാൻഷ്യൽ ക്രൈസിസുകളും ഉണ്ടായിട്ടുള്ള ബിസിനസ് മാൻസും ബിസിനസ് ടൈക്കൂൺസും ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദേ ഓൾവേസ് ബൗൺസ് ബാക്ക് വിത്ത് ദെയർ കോൺഫിഡൻസ്. സോ ഇന്ന് തന്നെ ഇപ്പം തന്നെ നിങ്ങളൊരു പേപ്പറും പെന്നും എടുക്കുക, ലിസ്റ്റ് ഡൗൺ എവറിത്തിങ്, എവറി ലോൺ, എവറി ക്രെഡിറ്റ് കാർഡ്, എവറി പേഴ്സണൽ ലോൺ ദാറ്റ് യു ഹാവ് and make a list and make a plan of how you are going to repay that. So that's it for the video, guys. I hope it have been helpful and useful for all of you. And if you need more related contents on personal finance, accounts, commerce, anything, please subscribe to the channel. See you on the next video.